ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം. നമ്മൾ ഡേ 2 ചലഞ്ചിലോട്ട് കടന്നിരിക്കുകയാണ്. 100 ഡേയ്സ് മണി മാനിഫെസ്റ്റേഷൻ വീഡിയോ മേക്കിംഗ് ചലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. നിങ്ങൾ എല്ലാവരും ഡേ 1 ചലഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഡേ 1 ചലഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഡേ 1 ചലഞ്ച് ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഡേ 1 ചലഞ്ച് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡേ 1 ചലഞ്ച് കാണുക. അതുകൂടാതെ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ പേര് നിസീബ, മണി മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, അതുപോലെ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് കോച്ചുമാണ്. സോ നിങ്ങൾ എത്ര പേര് ഇന്നത്തെ ഈ ഒരു ഡേ 2 ചലഞ്ചിലോട്ട് പോകുന്നതിന് മുമ്പ് വളരെ എക്സൈറ്റഡ് ആണ്, എന്താണ് ഇന്നത്തെ ചലഞ്ച് എന്ന്? അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ളവരൊക്കെ ഈ എക്സ് എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ. സോ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത്, നമുക്ക് ഇത്രയും ദിവസം വരെ ഒരു വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം പേടി ഉണ്ടായിരുന്നല്ലേ. ആ പേടിയൊക്കെ മാറിയിട്ട് എന്നെ കൊണ്ടും വീഡിയോ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചലഞ്ചായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത്, ഞാനൊരു 5 സ്റ്റെപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു 5 സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് വേഗം ഒന്ന് നോട്ട്ബുക്ക് എടുക്കുക. അപ്പം നോട്ട്ബുക്ക് എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഡേ 2 ഹെഡിങ് ഇങ്ങനെ ഇടുക: എന്നെ കൊണ്ടും വീഡിയോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ടും വീഡിയോ പറ്റും, എന്നെ കൊണ്ടും വീഡിയോ പറ്റും. എന്നിട്ട് ഡേ 2 ഇടുക. എന്നെ കൊണ്ടും വീഡിയോ പറ്റുമെന്ന് ഹെഡിങ് കൊടുക്കുക. ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, റെഡി ആയിട്ടുള്ളവരൊക്കെ ആദ്യം നിന്ന് ടൈപ്പ് ചെയ്യാം. അപ്പം ഞാനൊരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. സോ ഞാനൊരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടെംപ്ലേറ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ടെംപ്ലേറ്റ് എല്ലാ വീഡിയോസ് ചെയ്യുമ്പോഴും, നിങ്ങൾ 100 ഡേയ്സ് വീഡിയോസ് ചെയ്യുമ്പോഴും ഈ ഒരു ഫസ്റ്റ് തന്നിരിക്കുന്ന ടെംപ്ലേറ്റ് മറക്കരുത്. അതായത് നമ്മൾ ഡേ 1 തന്നിരിക്കുന്ന ടെംപ്ലേറ്റ് മറക്കരുത്. അത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതായത് നിങ്ങൾക്ക് ഒരു സല്യൂട്ടേഷൻസ് വരെ. സോ ഇന്നത്തെ ഈ ഒരു കേസിനകത്ത് നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിനകത്ത് ഡേ 2 സ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇന്നലെ ഉപയോഗിച്ച യെസ്റ്റർഡേസ് ടെംപ്ലേറ്റ് തന്നെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ആ യെസ്റ്റർഡേസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരു സല്യൂട്ടേഷൻ കൊടുക്കാം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇത്രയും കൊടുക്കാം. ക്ലിയർ? എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. എഴുതും ഫിനിഷ് ആയില്ലേ? താങ്ക് യു. സോ ഇനി ഇപ്പൊ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് അപ്രീസിയേഷൻ ആണ്. അതായത് നിങ്ങളിപ്പോ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് അല്ലെ. ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ. നമ്മൾ ആലോചിക്കില്ല, ഇത് വേണമോ, ഇത് വേണ്ടയോ, ഇത് എങ്ങനെ യൂസ്ഫുൾ ആവുന്നത് ഒന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾ എടുത്ത ഈ തീരുമാനത്തിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താലോ. സോ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2 എഴുതുക സെൽഫ് അപ്രീസിയേഷൻ. അതായത് സെൽഫ് അപ്രീസിയേഷനിൽ എഴുതാനുള്ളത് എങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്കൊരു റഫായിട്ടൊരു കോണ്ടന്റ് പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വേർഷനിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. അതായത് ഞാൻ ആദ്യമായിട്ട് എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം വീഡിയോ ചെയ്യാൻ പേടിയുണ്ടായിട്ടും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ എടുത്ത തീരുമാനത്തിന് എനിക്ക് തന്നെ നന്ദി പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വളരെയധികം പേടിയാണ്, എന്നാൽ പോലും നിങ്ങൾ അവിടെ എന്താണ്, ഒരു തീരുമാനം എടുത്തു. ഞാൻ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് തീരുമാനം എടുത്ത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ആദ്യം നന്ദി പറയും. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. എന്നിട്ട് വെൽ ഡൺ എന്ന് എഴുതുക. ഓക്കെ. അപ്പൊ സ്ക്രിപ്റ്റിന്റെ രണ്ടാമത്തെ സ്റ്റെപ്സ് ഇതാണ്. സ്റ്റെപ്പ് 1 ഇൻട്രൊഡക്ഷൻ. രണ്ടാമത് നിങ്ങൾ എടുത്ത ആ ഒരു തീരുമാനത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ ചെറുതായിട്ട് എഴുതുക. നിങ്ങൾക്ക് മനസ്സിലാകാത്ത തോന്നുന്നു. ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഷനിൽ ഇതുപോലെ തന്നെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. വീഡിയോ ചെയ്യാൻ പേടി. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എന്താണ്, വീഡിയോ ചെയ്യാൻ പേടിയുണ്ടെങ്കിലും ഉണ്ടായിട്ടും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ എടുത്ത തീരുമാനത്തിന് എനിക്ക് തന്നെ ഞാൻ നന്ദി പറയുന്നു. വെൽ ഡൺ. ഓക്കെ. സോ ഇനി അടുത്ത സ്റ്റെപ്പ് 3 ആണ്. സോ സ്റ്റെപ്പ് 3ക്കകത്ത് ഇപ്പൊ ഡേ 1 നിങ്ങൾ ഫിനിഷ് ചെയ്തു അല്ലെ. ഡേ 1 നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം, വീഡിയോ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. അതായത് ഇപ്പം ഒരു ഓഡിയോ നമ്മൾ കൊടുക്കുന്നതിന് പകരം ഒരു വീഡിയോ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് വീഡിയോ പവർഫുൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. സോ
അതാണ് ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വീഡിയോ വഴിയാണ് എൻ്റെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്. നിങ്ങളൊന്ന് നോക്കുക, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പം ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ആവട്ടെ, ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ എന്താണ് പ്രോഡക്ട്സുകൾ സെല് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ വീഡിയോ വഴിയിട്ടാണ് അവർ സെല് ചെയ്യുന്നത്, അല്ലേ? സോ അങ്ങനെ നമുക്കും എന്തുകൊണ്ട് സെല്ല് ചെയ്തുകൂടെ? നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് വഴിയിട്ട് വീഡിയോ വഴിയിട്ട് നമുക്ക് സെല്ല് ചെയ്തുകൂടാ? ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാണ് വീഡിയോ എത്രത്തോളം പവർഫുൾ ആണെന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ്, ഇതൊരു സ്മോൾ സ്റ്റെപ്പാണ്. കാരണം എൻ്റെ ലൈഫിലേക്ക് പോകാനുള്ള ഒരു ബിഗ് ഷിഫ്റ്റും കൂടിയാണ്. ഓക്കെ, ഇത് നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുക. അതായത് ഡേ 1 കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഓക്കെ, ഡേ 1 കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി. വീഡിയോ വളരെ പവർഫുൾ ആണ്. വീഡിയോ വഴിയാണ് എൻ്റെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത് എന്ന് എഴുതുക. ഇതൊരു സ്മോൾ സ്റ്റെപ്പ് അല്ല, എൻ്റെ ലൈഫിലേക്കുള്ള ഒരു ബിഗ് ഷിഫ്റ്റ് ആണ്. ഇത്രയും നിങ്ങൾ എഴുതുക. സ്ക്രിപ്റ്റ് സ്റ്റെപ്പ് 3 ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4-നകത്ത് ഡേ 1-ന്റെ എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു ഇമോഷണൽ ഷെയറിങ് ആണ്, അല്ലെ? സത്യം പറയുമ്പം നിങ്ങൾ ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ്, അതായത് ആദ്യം പേടി ഉണ്ടായിരിക്കും, ചിലപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഫീലിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് നെർവസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്നാൽ ആ ഒരു ഡേ 1 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനകത്തോട് ഒരുപാട് ചിന്തകൾ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ ആ സ്ക്രിപ്റ്റ് വായിച്ചു, നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പും ഒരുപാട് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു അഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. അതേ അഫർമേഷൻസിനെ വീണ്ടും നിങ്ങൾ എടുത്ത് എഴുതുക. എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ള അഫർമേഷൻ വീണ്ടും ഡേ 1 അഫർമേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ എഴുതുക, ഡേ 1 ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് വന്നു. എന്താണോ നിങ്ങൾക്ക് തോന്നിയത്, ഒരു പ്രൗഡ് മൊമെന്റ് തോന്നിയിട്ടുണ്ടായിരിക്കും, ഹാപ്പിനെസ് തോന്നിയിട്ടുണ്ടായിരിക്കാം, ഒരു റിലീഫ് തോന്നിയിട്ടുണ്ടായിരിക്കാം. അത് എന്താണോ നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്, ആ തോന്നിയ വാചകം നിങ്ങൾക്ക് അവിടെ എഴുതാം. എന്നിട്ട് എഴുതുക, എന്നെ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പം എനിക്ക് എന്നിൽ തന്നെ ഒരുപാട് വിശ്വാസം ഉണ്ടാകാൻ തുടങ്ങി എന്നെഴുതുക. ഇനി അടുത്ത് സ്റ്റെപ്പ് 5. അപ്പൊ സ്റ്റെപ്പ് 4 ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഡേ 1 ഷൂട്ടിംഗ് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടും ഷൂട്ടിംഗ് ചെയ്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എന്താണോ, ബിഫോർ എക്സ്പീരിയൻസ് എന്താണോ, ആഫ്റ്റർ എക്സ്പീരിയൻസ് എന്താണോ, അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുക. എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഡേ 1-ന്റെ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ സ്റ്റെപ്പ് 5-ലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതായത് നിങ്ങൾ ഇപ്പം എഴുതുന്ന സ്ക്രിപ്റ്റിനാണെങ്കിലും നിങ്ങൾക്ക് ഷൂട്ടിങ്ങിനാണെങ്കിലും ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സമയത്തും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അവർക്കും അല്ലെങ്കിൽ ആ ഗാഡ്ജറ്റ്സിനൊക്കെ നിങ്ങൾക്ക് നന്ദി പറയാം. അതായത് നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ബുക്ക് ഉണ്ടായിരുന്നു, ബുക്കിന് നന്ദി പറയാം. പേന ഉണ്ടായിരുന്നു, പേനയ്ക്ക് നന്ദി പറയാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാനായിട്ട് കഴിയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻസ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, അതുപോലെ ആ ഒരു സമയം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിയുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആർക്കൊക്കെയാണോ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ അത്രയും എല്ലാം ഒന്നും എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പറയാം, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് സഹായിച്ച എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു എന്ന് നിങ്ങൾക്ക് ഒറ്റ വാക്കിലും നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന എന്താണോ അത് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ എഴുതി ഫിനിഷ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 5 ആയിട്ട് പറയുമ്പോൾ. ഞാൻ ഒന്നും കൂടി സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 5 വരെ പറഞ്ഞു പോകാം. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ സെൽഫ് അപ്രീസിയേഷൻ. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ ആഫ്റ്റർ ഡേ 1 ആണ്. സ്റ്റെപ്പ് 4 ഡേ 1-ന്റെ ബിഫോർ എക്സ്പീരിയൻസും ആഫ്റ്റർ എക്സ്പീരിയൻസും. അതുപോലെ സ്റ്റെപ്പ് 5-നകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. സോ ഇത്രയും നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങളുടെ അഫർമേഷൻ വീണ്ടും നിങ്ങൾ ഡേ 1-ൽ എഴുതിയ അതേ അഫർമേഷൻ മനസ്സിൽ നിങ്ങൾ കൈവച്ചിട്ട് നിങ്ങളൊന്ന് പറയുക. 3 പ്രാവശ്യം നിങ്ങൾ പറയുക. പറഞ്ഞതിന് ശേഷം നിങ്ങളിന്ന് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകും. നിങ്ങളുടെ ഫോൺ എടുക്കുക, ക്യാമറ ഓൺ ചെയ്യുക,
ക്യാമറയുടെ ലെൻസ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ നോക്കാതെ ഒക്കെ നിങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അതിനകത്ത് പെർഫെക്ഷൻ വേണ്ട, നിങ്ങളൊരു ആക്ഷൻ മാത്രം മതി. നമ്മൾ ഒരിക്കലും ഇവിടെ പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു കാര്യം പറയുന്നില്ല, ആക്ഷൻ മാത്രമാണ് പറയുന്നത്. അപ്പം പെർഫെക്ഷന് പകരം നിങ്ങൾ ആക്ഷൻ എടുക്കുക, വീഡിയോ ഷൂട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബുക്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഷൂട്ട് ചെയ്തതിനും നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതാൻ സാധിച്ചതിനും നിങ്ങൾ നന്ദി പറയുക. സോ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡേ 2 ഡൺ എന്നോ ഡേ 2 കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് ഇടുക. അപ്പം നിങ്ങൾക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷനുണ്ട് അല്ലെങ്കിൽ ഒരു ഫീലുണ്ട്. ആ ഫീലും കൂടി നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നിൽക്കുക. സോ നിങ്ങളിപ്പോൾ ഫിയറൊക്കെ കടന്ന് നിങ്ങളൊരു ആക്ഷൻ എടുത്തു. സോ നമ്മൾ വീണ്ടും ഡേ 3ൽ നമുക്ക് കണ്ടുമുട്ടാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ടേക്ക് ആക്ഷൻ, നോട്ട് പെർഫെക്ഷൻ. സോ നമുക്ക് വീഡിയോ 3 അല്ലെങ്കിൽ ഡേ 3 ചലഞ്ചുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ബൈ, താങ്ക് യു.